السلام عليكم ورحمة الله وبركاته. هاجر رجل إلى رسول الله صلى الله عليه وسلم من اليمن. യമനിൽ നിന്നിട്ട് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മദീനത്തിലേക്ക് ഹിജ്റ വന്നു. വറാദൽ ജിഹാദ, അയാൾ അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നിട്ട് തൻ്റെ ആഗ്രഹത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചത്, നബിയെ, നാണ് യമനിൽ നിന്നിട്ട് വന്നര, എനിക്ക് അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ചില വലിയ ആഗ്രഹമുണ്ട്. കാരണം അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വലിയ കൂറ്റ കാര്യമല്ലേ. അപ്പോൾ കേടുത്ത് ഹൽ ബിൽ യമനി അബവാക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേടുത്ത്, നിൻ്റെ ഉമ്മ അബ്ബ യമനിൽ ഉള്ളാറാ, ഹയാത്തുള്ളാറാ കേടുത്ത്. അപ്പോൾ ചെന്തിന് ഹയാത്തുള്ളാർ. ഹൽ ആദന്നാലക്ക, എനിക്ക് അങ്ങനെ പെർമിഷൻ ഉണ്ടാക്കിയെടുത്ത് ഊടേക്ക് പറകും, യമനിൽ നിന്ന് ഊടേക്ക് പറകും, എൻ്റെ ഉമ്മാപ്പയുടെ പെർമിഷൻ ഉണ്ട്, നിൽക്ക് അങ്ങനെ സമ്മതം തന്നറാറാ. ഞാൻ പുറത്തുണ്ട് ആരില്ല, ഇല്ല, ഉമ്മാപ്പയുടെ പെർമിഷൻ നക്കില്ല, എനിക്ക് ഞാൻ പണ്ടത് ഇഷ്ടമല്ല, എനിക്ക് നക്ക് അള്ളാഹുടെ ദീന് വേനായിട്ട് യുദ്ധം ചെയ്യണം, ഹിജ്റ പറഞ്ഞിട്ടുള്ള ആശ എന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഫർജിഇ ഇലാ അബുവൈക, ഇപ്പവനി നിൻ്റെ ഉമ്മാപ്പിലേക്ക് പോകും. ഫസ്തഅദിൻഹുമ, രണ്ടാളുടെ കറക്റ്റായിട്ട് പുറത്ത് കേട്ടിട്ട് പെർമിഷൻ കേട്ട് പറഞ്ഞു. ഫൈൻ ഫഅല ഫജാഹിദ്, അങ്ങ് പെർമിഷൻ എനിക്ക് തന്നെങ്കിൽ എനിക്ക് യുദ്ധം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇല്ല, അങ്ങ് പെർമിഷൻ തന്നില്ല എങ്കിൽ ബിർറഹുമാ മസ്തത്താഅത, എനിക്ക് എത്ര ആവതാവോ അത്ര ഉമ്മാപ്പ് നീ പണം ചെയ്യും, ആ ഖിദ്മത്തെടു. ഫഇന്ന ദാലിക ഖൈറു മാ തൽഖല്ലാഹ ബിഹി ബഅദ തൗഹീദ്, ആ ഉമ്മാപ്പുക്ക് നീ ചെയ്തതായ കൊണങ്ങ ഹിദ്മത്തുങ്ങ അള്ളാഹുടെ നാല് പരലോകത്തിൽ കണ്ടുമുട്ടുമ്പോൾ തൗഹീദിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഖൈറായ പ്രതിഫലാർഹമായ കൂലി കിട്ടുന്ന കാര്യമായിട്ട് കിട്ടും ഉമ്മാപ്പയുടെ ഹിദ്മത്ത് ചെയ്തത് കിട്ടും. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ നമുക്ക് വലിയൊരു സന്ദേശമായിരിക്കും ഈ മുഖാന്തര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ചെറിയ കൊണ്ടുനെപ്പം വെച്ചിട്ട് ചെറിയ കാരണം വെച്ചിട്ട് ഉമ്മാപ്പയുടെ ഖിദ്മത്ത് ചെയ്യുമ്പോൾ പെരുജാഗ്രതായ മക്കൾ ഇതിന് വലിയൊരു പാടുണ്ട്. അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യണ ചെന്നെങ്കിൽ, അള്ളാഹുടെ മാർഗത്തിൽ ഹിജ്റ പോകണ ചെന്നെങ്കിൽ വേറെ കൂടുതലൊരു കാര്യമായിരിക്കും. പക്ഷേ ഉമ്മാപ്പയുടെ ഖിദ്മത്ത് ചെയ്ത എതിരിൽ അത് ഒന്നുമല്ല, അത് വലിയ ഗുണമായിരിക്കും, അത് എന്തും അല്ല. ഉമ്മാപ്പയുടെ ഖിദ്മത്ത് ചെയ്ത എനിക്ക് ഏറ്റവും വലിയ പ്രതിഫലമുള്ളതായ കാര്യമാണ്. തൗഹീദിൽ പിന്നെ ഒരാൾ മുസ്ലിമായാൽ പിന്നെ ഏറ്റവും പ്രതിഫലാപേക്ഷമായ ഒരു കാര്യമായിട്ടെങ്കിൽ പിന്നെ ഉമ്മാപ്പയുടെ ഖിദ്മത്ത് ചെയ്തത് ഈ മുഖാന്തര ലോകത്തുള്ള എല്ലാ മക്കൾക്കും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദേശം കൊടുത്തിട്ടുണ്ട്. വജാഅ ആഖറു, പിന്നൊരാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്നിൽ യസ്തശീറഹു ഫിൽ ഗസ്വി, അയാൾക്കും യുദ്ധം ചെയ്യാനുള്ള ആശയമുണ്ട്, അതൊക്കെ അഭിപ്രായം കേട്ടിട്ട് അയാൾ വന്ന്. അപ്പോൾ കേടുത്ത് അലക്ക വാലിദത്തു, നിൽക്ക് ഉമ്മ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ ചെന്ന് ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടു. ഫൽസംഹാ ഫൈനൽ ജന്നത ഇൻദ റിജ്ലിഹാ, ഇങ്ങനെ ഉമ്മ അവിടെ പോയിട്ട് ഖിദ്മത്തുള്ള ആ ഉമ്മയുടെ കാലിലേക്ക് നിൽക്ക് സ്വർഗ്ഗമുള്ളേ ചെത്ത്. അപ്പോൾ നോക്കും പിന്നെയും അതേപോലത്തെ ഉത്തരമായിട്ട് ഉമ്മ ഉമ്മയുടെ കാലല്ലി സ്വർഗ്ഗമായിട്ട് എനിക്ക് ജിഹാദ് കഴിഞ്ഞിട്ട് സ്വർഗ്ഗം കിട്ടുക, സ്വർഗ്ഗപ്പടയുടെ ആവശ്യമില്ല, ഇതിൻ്റെ ഉമ്മയുടെ കാലിൻ്റെ അള്ളി സ്വർഗ്ഗിക്കുമ്പോൾ എനിക്ക് കൂടെ പണ്ടേതൊരു ആവശ്യം നോക്കിയിട്ട്. അപ്പോൾ ഉമ്മ അപ്പ അങ്ങനെ നെഗ്ലക്റ്റ് ആക്കിയിട്ട് എന്തൊരു കാര്യം, അത് ജിഹാദാവട്ടെ ഹജ്ജാവട്ടെ ഏതും ഒരു എന്തെങ്കിലും പ്രതിഫലത്തും ഒരു കാരണമാവില്ല. അങ്ങനെ പുറത്തവയാണ് അങ്ങനെ ഖിദ്മത്ത് അവകാശം നിങ്ങൾ അത് ധാരാളം ചെയ്തു കൊടുക്കുന്നുണ്ടായില്ല. ഇന്നൊരാൾ വന്ന് യത്ലുബുൽ ബൈഅത്ത അൽ ഹിജ്റത്തി, അയാൾ ഹിജ്റക്ക് ചെയ്യുക ബൈഅത്ത് ചെയ്യുമെങ്കിൽ വന്നത്. അപ്പോൾ കേടുത്ത് അപ്പോൾ ചെന്ന് അയാൾ വന്ന് മാ ജീത്തുക ഹത്താ അബ്ഖൈതു വാലിദയ്യ യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ നിങ്ങളിലേക്ക് ഹിജ്റ കൂടി പറയുമ്പോൾ എൻ്റെ ഉമ്മാപ്പയുടെ ഭയങ്കര എനിക്ക് ചെല്ലു മനസ്സില്ല, ആയെങ്കിലും ഞാൻ അള്ളാഹുടെ ദീനക്ക് ത്യാഗാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ വന്നരാണ് ഭയങ്കര പവർ ചെന്നു. എൻ്റെ ഉമ്മാപ്പോ ചെല്ലു മനസ്സില്ല, ആയെങ്കിലും ഞാനൊരു വിഷയമാക്കില്ല, ഞാൻ അള്ളാഹുടെ ദീനക്കായി ത്യാഗം ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നേ ചെന്നിട്ട് അയാളെ പവർ അയാൾ ചെന്ന് അത്ര വലിയ ത്യാഗി ഞാൻ. അപ്പോൾ
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഇർജി ഇലൈഹിമാ ഫഅദ്ഹകുഹുമാ കമാ അബ്കൈതഹുമാ. ഉമ്മ അവിടെ ഉൾപ്പാടിയിട്ട് ഇവിടെ പറഞ്ഞിട്ട് ആവശ്യമില്ല, ഇപ്പേ പോണേ എൻ്റെ ബെത്തിന് ബലിയാക്കിയിട്ട് നീ അങ്ങനെ ഉൾപ്പാടിയിട്ട് അങ്ങനെ ദുഃഖത്തിലാക്കിയിട്ട് അങ്ങനെ ബേജാറിലാക്കിയിട്ട് അങ്ങനെ ഏകാന്തമാക്കിയിട്ട് നീ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് വന്ന് ഹിജ്റ പോകർത്തയിന് ആവശ്യമില്ല, ഇപ്പേ പോകണം, അങ്ങനെ നീ സന്തോഷമാക്കണം. അങ്ക് ഇവിടെ പറവൂ നീ ഇവിടെ കണ്ട് തങ്ങൾക്ക് മനസ്സ് സമാധാനം ഉണ്ടെങ്കിൽ മാത്രം ബന്ധമിയാവും, അല്ലെങ്കിൽ നീ പോയിട്ട് ഉമ്മ ഇവിടെ ആ ഹിദ്മത്തിലായിട്ട് നിരത്തരാവും. അത് വലിയ കൂടുതൽ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശരി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചില സമാജ സേവകന്മാരുള്ള അങ്ങനെ പിന്നെ സമുദായത്തിൽ സേവയാക്കണങ്ങ ഭയങ്കരങ്ങ. പക്ഷെ ഉമ്മ അവിടെ വേറെ നിലക്ക് തിരിഞ്ഞു നോക്കില്ല. ഉമ്മ അവിടെ കഷ്ടകാർപ്പണ്യത്തിലും ഉമ്മ അവിടെ എന്തൊരു ആഗ്രഹമുണ്ട് അതൊന്നും പൂറയിക്കാണ്ട് അങ്ങ് സേവയാക്കൽ, സമാജ സേവ ഒരു സേവമില്ല. അള്ളാഹുടെ ദീനിൽ ഉമ്മ അവിടെ പെർമിഷൻ ഇല്ലാണ്ട് ഉമ്മ അവിടെ ഹിദ്മത്ത് അവകാശം എന്നിട്ട് അതിനെ റിജക്റ്റ് ആക്കിയിട്ട് ഞങ്ങൾ സമുദായത്തിൽ ഒരു സേവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഉമ്മ അവിടെ അങ്ങനെ മനസ്സറിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എന്താക്കണം, സന്തോഷമാക്കണം. അങ്ങനെ കാലിലല്ല ഇരിക്കുന്ന സ്വർഗമുണ്ട്. ആ സ്വർഗം പ്രതീക്ഷിക്കുക. ബാക്കിയുള്ള എല്ലാ ഇബാദത്തും ചിലപ്പോൾ എന്തെങ്കിലും അതിൽ ഫോൾട്ട് വന്നിട്ട് മുഖത്ത് എരിയപ്പെടും. അതേ സന്ദർഭത്തിൽ ഞങ്ങൾ ഉമ്മാപ്പോ നങ്ങശിയുടെ പിന്നെ ഹിദ്മത്ത് അതിലൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലല്ലേ. മോനും ഉമ്മാപ്പുതായി ഹിദ്മത്തിൽ നിന്നും അത് ഡ്യൂപ്ലിക്കേറ്റ് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞങ്ങൾ അതിന് നല്ല പിന്നെ അതിന് ബെനിഫിറ്റ് എടുത്തിട്ട് ഉമ്മാപ്പടെ ചന്ത നോക്കുമോ പ്രയത്നമാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നല്ലേ വയസ്സായ ഉമ്മാപ്പ ഒരാൾക്ക് എത്തിയിട്ട് അയാൾക്ക് സ്വർഗ്ഗപ്പടയുമായില്ലെങ്കിൽ അയാൾ വന്ന് നട്ട് ചെന്നു അയാളുടെ മൂക്ക് മണ്ണ് കുത്തി പാട്ടുണ്ട്. ചെന്നെങ്കിൽ വയസ്സായ ഉമ്മാപ്പ എത്ര ചെന്നെങ്കിലേ ഭാഗ്യ എത്രയും ആൾമാർക്ക് ഭാര്യ വേഗമേ ഉമ്മാപ്പ മരിച്ചു പോകേണ്ടത് കാണും. അതേ സന്ദർഭത്തിൽ വയസ്സായ ഉമ്മാപ്പ നമുക്ക് എത്തിയിട്ടുണ്ടായെങ്കിൽ അത് നമുക്ക് സ്വർഗത്തെ നിധിങ്ങായിട്ട് കിട്ടും. ആ വയസ്സായ ഉമ്മാപ്പയുടെ ബെനിഫിറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഉമ്മാപ്പയുടെ ധാരാളം ഹിദ്മത്ത് ചെയ്യുക പ്രയത്നമാക്കിയിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. എന്നിട്ടും ആ വയസ്സായ ഉമ്മാപ്പയ്ക്ക് കിട്ടിയിട്ടും അങ്ങനെ ഒരു ഹിദ്മത്ത് ചെയ്യുമോ ഞങ്ങൾ ബിരചാരിയെങ്കിൽ പിന്നീടെങ്കിലും മണ്ണ് പുറത്തത് ഗുണത്തിന് നമുക്ക് എന്തോ കാര്യമില്ല. വേറെന്നും കൊണ്ടുവന്നപ്പോൾ അത് ഇതിലുള്ള ചെറിയ കാരണം വെച്ചിട്ട് മക്കൾ ഉമ്മാപ്പടെ നോക്കുമ്പോൾ ബിരചാരണം ഇത് ആക്രതായ അന്യായമായിട്ട് കിട്ടും. പിൽക്കാലത്തിൽ നമുക്കും അതേ അനുഭവം ആവും സാധ്യത ഉണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നല്ല ഉമ്മാപ്പ ഹയാത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഹിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് തരട്ടെ. അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാഫിറത്തും റഹ്മത്തും കൊടുത്തിട്ട് അങ്ങനെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റിട്ട് അള്ളാഹു ആമീൻ. റഹ്മത്തിക്ക് അസ്സലാമു